നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഈ വ്യക്തി ഇതാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ അധിക കാലമായി മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ മൗനത്തിൽ ഇരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങളുമായി നിശബ്ദമായി ഇരിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങളുമായി സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഈ വ്യക്തി നന്നായി തന്നെ വിഷമിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളത് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ വളരെ നന്നായി തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മിസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തി പല വിധത്തിലും നിങ്ങളുമായി ഒരുമിച്ച് ചേരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ടും ചില സാഹചര്യങ്ങൾ കൊണ്ടും ഇവിടെ പലതരത്തിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അതൊരു പക്ഷേ എതിരായി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, തേർഡ് പാർട്ടി അവസ്ഥകളും ആയിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ പോലും ഇത് ചിലവരുടെ കാര്യത്തിൽ ഇരട്ട ജ്വാലയായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇരട്ട ജ്വാല എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അതുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില ആത്മീയപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കുക തന്നെ വേണം. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു തരത്തിലും വേർപിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെ മനോഹരമായി തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള മനസ്സ് തുറന്നിട്ടുള്ള സംസാരം തന്നെയാണ്. ആ മനസ്സ് തുറന്നിട്ടുള്ള സംസാരം എന്ന് പറയുമ്പോൾ മനസ്സിന് അന്നെന്നും എങ്ങും നന്നായി തന്നെ സമാധാനം തരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തടസ്സപ്പെട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള റിയൂണിയൻ ആയിരിക്കാം, ഒരുമിച്ചുള്ള ജീവിതമായിരിക്കാം, സംസാരമായിരിക്കാം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ചിന്തിക്കുക എന്ന് പറയുമ്പോൾ പോസിറ്റീവായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. പോസിറ്റീവായി ഈ ഒരു പ്രണയബന്ധത്തിൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വ്യക്തി ശുഭാപ്തി വിശ്വാസം കൈവെടിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും നന്നായി കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും നന്നായി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പലതരത്തിലുള്ള ക്രിയേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് നമ്മുടെ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്. മഴ വരുന്നു, വെയിൽ വരുന്നു, അതുപോലെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള അന്തരീക്ഷം വരുന്നുണ്ട്. എന്നും എപ്പോഴും ഒരേപോലെയല്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ വ്യക്തിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ മാറ്റിവെക്കാനും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറയാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ: ആത്മാർത്ഥ സ്നേഹം എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ഇവിടെ ചില സമയത്ത് ഈ വ്യക്തി നിശബ്ദമായി ഇരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ തൻ്റെ സ്പിരിച്വൽ ജേണി മനോഹരമായി കൊണ്ടുപോകുന്നത് കൊണ്ടാണ്.
ഇപ്പോൾ സ്പിരിച്വൽ ജേർണി മനോഹരമായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള കർമ്മങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടും മോശപ്പെട്ട എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതായും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലുതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് നിങ്ങളിൽ മാത്രമേ വിശ്വാസമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തിനോട് മാത്രമേ താല്പര്യമുള്ളൂ. നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് പുറകിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും സത്യങ്ങളും എന്തൊക്കെയാണോ അത് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും വളരെ മനോഹരമായി തന്നെ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുവാനും തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ പോസിറ്റീവ് എനർജിയായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ജന്മജന്മാന്തരങ്ങളായി കൂട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധത്തിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നെന്നും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തിക്ക് സമാധാനം ഉണ്ടാകുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു ഭാരമുള്ള ഒരു കല്ല് എടുത്തു വെച്ചതിന് തുല്യമായിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സോറി പറയണമെന്നും ക്ഷമ ചോദിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് വേറൊന്നുകൊണ്ടും ആയിട്ടല്ല, ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി എപ്പോഴും നിങ്ങളിൽ തന്നെ അഡിക്റ്റഡ് ആയി നിൽക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യമായിരിക്കാം, നിങ്ങളുടെ വസ്ത്രധാരണയായിരിക്കാം, സംസാര ശൈലിയായിരിക്കാം, നിങ്ങൾ ഇടുന്ന ഓർണമെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കവിതകളോ പാട്ടോ നൃത്തമോ ആയിരിക്കാം, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്ട്രാ കഴിവുകളായിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണ് വളരെ മനോഹരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ വളരെ സമാധാനവും സന്തോഷവുമാണ് ഈ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാൻ ആകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നന്നായി തന്നെ പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥതപ്പെടുത്താനും ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാനാകുന്നില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള വിപരീത ഫലങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വിപരീത ഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നന്നായി റിക്കവർ ആയിക്കൊണ്ട് മുന്നോട്ട് വരാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂമിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഈ വ്യക്തിക്കും ഇടയിലുള്ള ഈ പ്രണയ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തി വളരെ പോസിറ്റീവായി തന്നെയാണ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഉടനീളമായി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടാകാം. അത് ദേഷ്യം കൊണ്ടായിരിക്കാം, അപ്പോഴത്തെ വാശി കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ആ പറഞ്ഞതെല്ലാം തെറ്റായി പോയി എന്ന് മനസ്സിലാക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കാനും, നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് സ്വന്തം മാപ്പ്, അല്ലെങ്കിൽ സ്വന്തം തെറ്റ് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കാനും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതത്തെക്കുറിച്ച് ഈ വ്യക്തിക്ക് അന്നും ഇന്നും 100,000 സ്വപ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്നെന്നും വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായി മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് പറയുന്നത്ര ഒരു സമാധാനമോ സന്തോഷമോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെന്നും സ്വസ്ഥമായി സുഖമായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ളൊരു ചിന്തയോടുകൂടി മാത്രമാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. അത് ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.